ഇന്ന് നമുക്ക് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു സവാള അത് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ നമുക്കതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മുരിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സോയാ സോസ് ആണ് കേട്ടോ. അത് അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 തക്കാളിയുടെ പേസ്റ്റ് ആണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ തക്കാളി കഴിക്കണമെന്ന് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താൽ അവരത് കഴിച്ചോളും. പിന്നെ നമ്മളതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സോസിൽ നല്ലൊരു സ്മെല്ല് കിട്ടും, ഒറിഗാനോയുടെ നല്ലൊരു മണം കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മളതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞു പോവും, അത് ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഇപ്പം ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്ക് എത്ര ഉപ്പ് വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച പാസ്ത മുന്നേ തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചേർന്നു. ആ പാസ്ത നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടോ, ഇത്രയ്ക്കുള്ളൂ പണി. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതേ കുറച്ചും കൂടെ ചീസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡ് സോസ് പാസ്ത ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്.